ഇപ്പം മുടി ഉള്ള ആൾക്ക് അതിൻ്റെ വിഷമം ചോദിച്ചാൽ അറിയുമെന്ന് എനിക്ക് മനസ്സിലാവില്ല. പക്ഷേ മുടി ഇല്ലാണ്ട് തിരിച്ചു വന്ന ആൾക്കാർക്ക് മാത്രമാണ് എൻ്റെ ഈ ഫീലിങ്സ് എപ്പോഴും കിട്ടുള്ളൂ. അപ്പോൾ ഈ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലും ക്യാമറേനെ ഫേസ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മളൊരു ഫ്രണ്ട്സിൻ്റെ ഏതെങ്കിലും ഒരു വെഡ്ഡിങ് പാർട്ടി അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒരു ഫോട്ടോ ക്യാപ്ചർ ചെയ്യാൻ തന്നെ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഹായ്, എൻ്റെ പേര് ഹരീഷ്. ഞാൻ കൊയിലാണ്ടിയിൽ നിന്നാണ് വരുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഹെയർ ഫോൾ സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ. ഏതാണ്ട് എൻ്റെ ഒരു 20-25 ഏജ് ആകുമ്പോഴത്തേക്ക് തന്നെ എൻ്റെ ഏതാണ്ട് മുൻവശം മൊത്തമായിട്ട് കഷണ്ടിയായി മാറി. അപ്പം അതിൽ നിന്ന് തന്നെ നമ്മളെ മുന്നിലത്തെ മുടി പോകുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം മൊത്തം കോൺഫിഡൻസ് എല്ലാം പോയി വരും. അപ്പോൾ ഈ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലും ക്യാമറേനെ ഫേസ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മളൊരു ഫ്രണ്ട്സിൻ്റെ ഏതെങ്കിലും ഒരു വെഡ്ഡിങ് പാർട്ടി അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒരു ഫോട്ടോ ക്യാപ്ചർ ചെയ്യാൻ തന്നെ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എൻ്റെ മൈൻഡിലുള്ള ആ പ്രഷർ കൊണ്ടാണ് ഞാൻ ആക്ച്വലി ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള തീരുമാനം എടുത്തത്. അപ്പം ഏതാണ്ട് ഇപ്പം ഞാൻ ചെയ്തിട്ട് 3 വർഷമായി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ചെയ്ത് 1 ഇയർ, വിത്തിൻ 1 ഇയർ തന്നെ എനിക്ക് ടോട്ടൽ റിസൾട്ട് വന്നിട്ടുണ്ട്. ആ റിസൾട്ടാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന റിസൾട്ട്. ഇപ്പോൾ ഞാൻ ടോട്ടലി ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഈ ഡെർമിസിൽ നിന്നാണ് ഞാനത് ആക്ച്വലി ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ കസിൻ വഴിയാണ് ഈ ഡെർമിസിനെ പറ്റി ഞാൻ അറിഞ്ഞത്. ആക്ച്വലി 3 വർഷത്തുള്ളതിനും ഇപ്പോഴും കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ് ഈ മുടി വെച്ചുകൊണ്ട് തന്നെ. പക്ഷേ മുടി ഇല്ലാണ്ട് തിരിച്ചു വന്ന ആൾക്കാർക്ക് മാത്രമാണ് എൻ്റെ ഈ ഫീലിങ്സ് എപ്പോഴും കിട്ടുള്ളൂ. അപ്പം അതിനെപ്പോഴും ഞാൻ ഡെർമിസിനോട് നന്ദി പറയുന്നു. ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. താങ്ക് യു.